ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ചില കമൻസുകൾക്കുള്ള ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ആദ്യം വന്നിരിക്കുന്ന കമൻറ്റ്, നമ്മുടെ ഒരു അണപ്പല്ല് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇടുന്നതിന് എത്ര രൂപ ചിലവാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം റൂട്ട് കനാൽ ഒരു ട്രീറ്റ്മെൻറ്റാണ്, ക്യാപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ അടുത്തൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ രണ്ടിനും രണ്ട് ചിലവുകളാണ് വരുന്നത്. റൂട്ട് കനാൽ ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത്. ഓരോ ക്ലിനിക്ക് അനുസരിച്ചും ചാർജുകളിൽ 1000 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപയുടെയൊക്കെ വ്യത്യാസങ്ങൾ വരും കേട്ടോ. എന്നാലും ഒരു സ്റ്റാർട്ടിംഗ് ചാർജ് ഞാൻ പറയാം, ഒരു റേഞ്ച് പറയാം. ഇപ്പോൾ റൂട്ട് കനാലിന് ഓരോ ക്ലിനിക്കുകളിലും ചാർജ് ചെയ്യുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 2500 തൊട്ട് 3500 വരെ ചാർജ് ചെയ്യുന്ന ക്ലിനിക്കുകളുണ്ട്. അതിലും കൂടിയ ചാർജ് ചെയ്യുന്ന ക്ലിനിക്കുകൾ ഉണ്ടാവാം, പക്ഷെ ഇത് റെയറാണ്. കൂടുതലും ചാർജ് ചെയ്യപ്പെടുന്നത് ഈ ഒരു റേഞ്ചിലാണ്. 2500 തൊട്ട് 3500 രൂപ റേഞ്ച് വരെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുകൾ അണപ്പല്ലിന് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇനി ഇതിന് ക്യാപ്പ് ഇടുക എന്ന് പറയുമ്പോൾ അത് തന്നെ നമ്മൾ ഏത് ക്യാപ്പ് സെലക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ക്യാപ്പ് പല വിധത്തിലുണ്ട്. പല്ലിൻ്റെ കളറിലുണ്ട്, മെറ്റൽ കളറുണ്ട്, പല്ലിൻ്റെ കളർ തന്നെ സെറാമിക് ഉണ്ട്, അതുപോലെ സിർക്കോണിയം ഉണ്ട്. അതിൽ സെറാമിക് തന്നെ ഫുൾ സെറാമിക് ഉണ്ട്, അതുപോലെ മെറ്റൽ സെറാമിക് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ക്വാളിറ്റി അനുസരിച്ചാണ് ക്യാപ്പുകൾ വരുന്നത്. അപ്പം ഇതിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള മെറ്റൽ ക്യാപ്പുകൾ 1300, 1500 തൊട്ടൊക്കെ തുടങ്ങും. സിർക്കോണിയൊക്കെ ആകുമ്പോൾ 6000, 7000, 8000 ആ ഒരു റേഞ്ചിൽ പോകും. ഇനി സെറാമിക്, മെറ്റൽ സെറാമിക് ക്യാപ്പുകളാണെങ്കിൽ 2500, 3000, 3500 എന്നിങ്ങനെയുള്ള റേഞ്ചുകളിൽ പോകും. അപ്പോൾ അത് ഓരോന്നിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലാബ്, ഏത് ലാബിൻ്റെ വർക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചും അതിൻ്റെ റേറ്റ് വേരി ചെയ്യാം. അപ്പോൾ ഇത്രയാണ് അതിന് വരുന്ന ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. റൂട്ട് കനാലിൻ്റെ കോസ്റ്റ് പ്ലസ് ക്യാപ്പിൻ്റെ കോസ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ, ഈ കോഴ്സ് പഠിക്കാൻ എവിടെയാണ് പോകേണ്ടത്? ഏത് കോഴ്സ്? നമ്മൾ BDSനെ സംബന്ധിച്ച് ചെയ്ത വീഡിയോയ്ക്ക് താഴെയാണ് ഇത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഡെൻ്റൽ സർജൻ ആവാൻ അല്ലെങ്കിൽ ഒരു BDS ഗ്രാജുവേറ്റ് ആകാൻ എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ ഡെൻ്റൽ കോളേജുകളിലാണ് ഇതിൻ്റെ പഠനം നടക്കുന്നത്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ തന്നെ പല പ്രൈവറ്റ് ഡെൻ്റൽ കോളേജുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനാദ്യം ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ ഫുള്ള് കാണാൻ ആദ്യം ശ്രമിക്കുക. എന്നാലും പറയാണ്, നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക. നീറ്റ് എക്സാമിൻ്റെ റാങ്കിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റ് അലോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സീറ്റുകളാണെങ്കിൽ നിങ്ങൾ നീറ്റിൻ്റെ മാർക്കും അതുപോലെയുള്ള മെറിറ്റും കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. എല്ലാ ജില്ലകളിലും കോളേജുകളുണ്ട്, ഗവൺമെൻറ്റായിട്ടും പ്രൈവറ്റായിട്ടും. ഓക്കെ, ഇനി കേരളത്തിന് വെളിയിലാണെങ്കിൽ അങ്ങനെയും ഒരുപാട് കോളേജുകൾ അവൈലബിൾ ആണ്. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം ഇപ്പം മധുരവും അല്ലെങ്കിൽ അല്പം ചൂടുള്ളതൊക്കെ കഴിക്കുമ്പോൾ പെയിൻ ഉണ്ടെന്നാണ്. സെൻസിറ്റിവിറ്റി എന്നല്ല, പെയിൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പെയിൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പല്ലിൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കുക. റൂട്ട് കനാൽ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ആ റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പെയിൻ ആ പല്ലിന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്റേ എടുത്ത് നോക്കുക. റൂട്ട് കനാലിൻ്റെ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഇററുണ്ടോ, ഇല്ലെന്നെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ വേരിൻ്റെ അടിഭാഗത്ത് വല്ല ഇൻഫെക്ഷനും സ്റ്റാർട്ടായിട്ടുണ്ടോ, എന്താണ് അതിൻ്റെ റീസൺ എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ RCT ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പം നമുക്കൊരു മെഡിസിൻ, ഒരു കോഴ്സ് ഓഫ് മെഡിസിനിലൂടെ അത് ഓക്കെ ആകാം. എന്താണെങ്കിലും എക്സ്റേ എടുക്കാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല എന്താണ് അകത്ത് സംഭവിച്ചിട്ടുള്ളതെന്നറിയാം. 4 ദിവസം മുമ്പ് ഇമ്പാക്ഷൻ ചെയ്തിട്ടുണ്ട്, അതായത് എല്ലിൽ കുടുങ്ങിയ വിസ്ഡം ടൂത്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ പല്ലെടുത്ത ആ ഒരു ഭാഗത്തെ കവിളിൻ്റെ അവിടെ അൾസർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലാണോ, ഇങ്ങനെ സംഭവിക്കുന്നതാണോ, എന്താണ് ചെയ്യേണ്ടത്, ഇതുപോലുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പേടിക്കേണ്ടതൊന്നുമില്ല, അത് നോർമലി സംഭവിക്കുന്നതാണ്. ഇത് വിസ്ഡം ടൂത്ത് എടുത്ത് കളഞ്ഞതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ എല്ല് പൊട്ടിച്ചൊക്കെ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആ പ്രൊസീജിയറിൻ്റെ സമയത്ത് ഫുള്ള് മരച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ അറിയാതെ എന്നല്ല, പ്രൊസീജിയറിൽ എങ്ങനെയാണെങ്കിലും സംഭവിക്കും. ഈ ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ ഈ നീഡിൽ പലതും അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അനസ്തേഷ്യയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ അനസ്തേഷ്യ പോയി കഴിഞ്ഞപ്പോൾ ആ മുറിവുകൾ അൾസറായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വലിയ കുഴപ്പമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഡെൻഡോജെല്ല് അല്ലെങ്കിൽ ഡോളോജെൽ എന്നൊക്കെ പറയുന്ന ചെറിയ ട്യൂബുകൾ വാങ്ങിക്കാൻ കിട്ടും. മെട്രോജെല്ലിൻ്റെ കിട്ടും. അങ്ങനെ പല പല ട്യൂബുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. DG ജെല്ല്, അങ്ങനെ ഡെൻഡോജെല്ലാവാം, അല്ലെങ്കിൽ ഡോളോ ജെല്ലാവാം, DG ജെല്ലാവാം. ഇതുപോലെയുള്ള ചെറിയ ട്യൂബുകളുണ്ട്. ഇത് ഇതുപോലെയുള്ള അൾസറുകൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയത്ത് ഒരു അനസ്തേഷ്യ കിട്ടും, അതുപോലെ തന്നെ വേദന കുറയും, ആഹാരം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മാറും. ഈ അൾസർ എന്താണെങ്കിലും 1-2 ദിവസത്തിനുള്ളിൽ ഉപ്പൊക്കെ തട്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ അത് തന്നെത്താനെ ഹീലായിക്കോളും.
വേണമെങ്കിൽ ഈ ഒരു ഓയിൻമെൻറ്റ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വേറെ മെഡിസിൻ കഴിക്കേണ്ടത് അനിവാര്യമൊന്നുമല്ല. ഇത് എല്ലാവർക്കും തന്നെ സംഭവിക്കുന്നതാണ്. ഇത് ഇമ്പാക്ഷന് മാത്രമല്ല, റൂട്ട് കനാലിൻ്റെ സമയത്തും മിക്ക പ്രൊസീജിയറുകളിലും ഇതുപോലുള്ള അൾസറുകൾ സംഭവിക്കാറുണ്ട്. അത് നോർമലാണ് കേട്ടോ, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും റീസെൻ്റായിട്ട് വന്ന 3-4 കമൻസിനുള്ള ആൻസറാണ് നൽകിയിട്ടുള്ളത്. സമയപരിമിതി മൂലമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് കമൻസിലൂടെ റിപ്ലൈ തരാൻ പറ്റാത്തതും കൃത്യമായ സമയത്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതും. മാക്സിമം എന്നാൽ കഴിയുന്ന വിധം നിങ്ങളുടെ ഓരോ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, തുടർന്ന് ശ്രമിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.